ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ ഇടിയപ്പവും മുട്ടക്കറിയാണേ. അപ്പോൾ അതിനായിട്ട് ഉള്ളിക്കറി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. സവോള ഒരുപാട് നേരമായിട്ട് വഴട്ടാനായിട്ട് ഒരുപാട് എണ്ണ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുക്കറിൽ വെക്കാമെന്ന് വെച്ചാൽ വളരെ കുറച്ച് എണ്ണ എടുത്തിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിലാകുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും തക്കാളിക്കും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് പൊടികളൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 3 വിസിൽ കേൾപ്പിച്ചാൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ സേതുവിന് കഴിക്കാനായിട്ട് കൊടുത്തു. സേതു ഒന്ന് കഴിച്ചിട്ട് സ്കൂളിൽ പോകാനായിട്ട് റെഡിയായി. സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാമാണെന്ന്. അപ്പോൾ ലഞ്ച് കൊണ്ടുപോകണം. ലഞ്ചിനായിട്ട് ഇടിയപ്പം തന്നെ നൂഡിൽസ് ആക്കിയെടുത്തു. അപ്പോൾ അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പാത്രത്തിലൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്കും സേതു റെഡിയായി വന്നു. അപ്പോൾ എല്ലാം ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ഡ്രസ്സെല്ലാം. അപ്പോൾ രാവിലെ ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതിയായിരുന്നു. അപ്പോൾ മുടിയാണെങ്കിൽ ഒതുങ്ങത്തില്ല. അങ്ങനെ മുടി സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവന് ഇരുന്ന് തരാനും പാടാണ്. അങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഓയിൽ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് മുടി സെറ്റാവുന്നതും ഇല്ലായിരുന്നു. മുടി നല്ല കമ്പി പോലെയാണ് ഇരിക്കുന്നത്. ഒരു വിധത്തിൽ മുടി ഒതുങ്ങത്തില്ല. അപ്പോൾ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കൊന്നും കൊണ്ടുപോകണ്ട, ഇന്ന് സ്നാക്സും ലഞ്ചും ഒക്കെ കൊണ്ടുപോയാൽ മതി. പിന്നെ ഈ ഫ്ലാഗും കൂടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സേതു പോകാനായിട്ട് റെഡിയായി. അപ്പോൾ 8 മണിക്ക് സ്കൂളിലെത്തണം. ആ ദിവസം നല്ല ഉറക്കമാണ്. ചേട്ടൻ റെഡിയായി നിൽക്കുന്നതെന്ന് അത് കണ്ടിരുന്നെങ്കിൽ ഇതുപോലെ ഒരുങ്ങണമെന്ന് പറഞ്ഞേനായിരുന്നു. നല്ല ഉറക്കമായിരുന്നു. പിന്നെ സേതുക്കുട്ടൻ പോയതിന് ശേഷം ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോഴത്തേക്കും ആദ്യം ഉണർന്ന് വന്ന് പിന്നെ അതിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് റെഡിയാക്കി. അപ്പോൾ അതിൻ്റെ ഇഷ്ടത്തിനാണ് ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. സേതുവിന് സ്കൂളിൽ ഡാൻസ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ആദ്യക്കുട്ടനും ഡാൻസ് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഫോട്ടോ എടുക്കാൻ അമ്മയെന്ന് പറഞ്ഞിട്ട് പോസ് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ ഞാൻ പറയാതെ തന്നെ അവൻ്റേതായ രീതിയിലുള്ള പോസ്റ്റുകളാണ് അവൻ ചെയ്തത്. പക്ഷേ എല്ലാ പോസും അടിപൊളിയായിരുന്നു. മുമ്പ് സേതുവിനൊരു ഫോട്ടോഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും സേതു ചെയ്ത അതേ പോസുകളാണ് ഇവൻ നോക്കി വെച്ച് അതുപോലെ ചെയ്യുന്നത്. അമ്മ എങ്ങനെയാണ് അമ്മ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആദ്യക്കുട്ടൻ്റെ പോസൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ. ഓക്കെ, ബൈ.